ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീക്കെൻഡായിട്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കാനാണ് പോണത്. എങ്ങോട്ടാണെന്നൊക്കെ വഴിയെ പറയാം. ഇപ്പോൾ ഇതേ ചിക്കുനെ ആദുനെയും കൂട്ടാനായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ മൊത്തം 11 പേരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എങ്ങടെ പോകണമെന്ന് അറിയണ്ടേ. ഞങ്ങൾ ഡ്രീം വേൾഡിലേക്ക് പോവാണ്, പാർക്കിലേക്ക്, വാട്ടർ തീം പാർക്കിലേക്ക് പോവാണ്. ഇപ്പോൾ ഒരുപാട് വർഷമായിട്ടുണ്ടാവും ഒരു പാർക്കിക്കൊക്കെ പോയിട്ട്. ഇതേപോലെ പിള്ളേരെയും കൊണ്ട് അടുത്ത് പോകുമെങ്കിലും ഇതേപോലെ വലിയൊരു പാർക്കിൽ പോയിട്ട് പൂളിലൊക്കെ അടിച്ചു പൊളിക്കുക, അല്ലെങ്കിൽ റൈഡ്സിലൊക്കെ കയറിയിട്ട് ഒരുപാട് നാളായിട്ടോ. അപ്പോൾ ഇത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു, പ്ലാനിങ് ആയിരുന്നു. പക്ഷെ അതിനൊരു സമയവും സന്ദർഭവും കിട്ടിയില്ല. ഇന്നാണ് ഇത് ഒത്തു വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വേറെ എവിടെ പോണേക്കാളും ഭയങ്കര ത്രില്ലഡാണ്. കാരണം എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണല്ലോ. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോകുന്ന പോലെ കാഴ്ചകൾ കാണാനല്ല, ഇവിടെ ഫുള്ള് പൊള്ളി വൈബ് മൂടല്ലേ. അപ്പം ഞാനും പാർക്കുട്ടി മല്ലുക്കുട്ടനാണ് ബാക്കിലിരിക്കുന്നത്. ഫ്രണ്ടിൽ നമ്മുടെ ചിക്കുവിൻ്റെ ചുറ്റും നമ്മുടെ പിള്ളേർ പൊതിയുന്നുണ്ട്. അവൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരെ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരുത്തിക്കില്ല കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മുടെ പിള്ളേർക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇതേപോലെ എടുത്തും പിടിച്ചും വലിച്ചെറിഞ്ഞും ഒച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് എപ്പോഴും ഇങ്ങനെ എൻഗേജ് ആക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചേട്ടന്മാർ രണ്ടുപേരും ഫ്രണ്ടിലിരിക്കുകയാണ്. പോണ വഴിക്ക് ഞങ്ങൾ മുറുക്കും അതേപോലെ കുറച്ച് ചിപ്സ് ഐറ്റംസ് വാങ്ങി. അതങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് വിശപ്പ് തുടങ്ങും. ഉള്ളിവട, ഉഴുന്നുവട, മുറുക്ക് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വാങ്ങിച്ച് തിന്ന് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 9:30 ആയപ്പോഴാണ് ഒന്നുകൊണ്ട് ഇറങ്ങിയത്. അല്ലല്ല 8:45 ഇറങ്ങിയത്. കാരണം അവിടെ ഒരു 10:30 എത്തണം. എന്നാലേ നമുക്ക് അവിടെയുള്ള എല്ലാ റൈഡ്സിലൊക്കെ കയറിയിട്ട് ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും തിരിച്ചിറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോകുന്നത് വെറും കടമല്ലേ. പിന്നെ പിള്ളേരൊക്കെ എടുത്ത് പോകണോണ്ട് ഞങ്ങൾക്ക്, അതായത് ഞങ്ങൾ സ്ത്രീകൾക്ക് എന്തോരം മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നമ്മുടെ ചെക്കന്മാരൊക്കെ നമ്മൾ ഫുൾ ഫ്രീ ആക്കി വിടും. നിഖിൽ ചേട്ടനായാലും നിതീഷ് ചേട്ടനായാലും ചുക്കുനായാലും അവരടിച്ചു പൊളിക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെ പൊതുവേ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കയറാൻ കുറച്ച് പേടിയാണ്. വളരെ ആഗ്രഹം ഉണ്ടെങ്കിലും കുറച്ച് പേടി കൂടുതലുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ്, അവിടെ ചെന്ന് കണ്ടറിയാം. അപ്പം നമ്മളിപ്പോൾ എത്താറായിട്ടുണ്ട്. ഒരു അരമണിക്കൂറും കൂടിയേ ഉള്ളൂ. ഇത് ചാലക്കുടിയിലാണ് ഈ ഡ്രീം വേൾഡ് സ്ഥലം വരുന്നത്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ സ്കൂൾ പിള്ളേർ തിരക്കാട്ടോ. ടൂർ കൊണ്ടുവന്നിരിക്കുകയാണ്. കുറേ സ്ഥലങ്ങളിൽ നിന്ന്, അതായത് വേറെ കുറേ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി നമ്മുടെ പിള്ളേരെ നിലത്തിറക്കട്ടെ. ഇവരിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊരു പാർക്ക് സെറ്റപ്പാന്ന്. പിന്നെ കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല, ഓടിപ്പോ. പിന്നെ ഒരുപാട് സ്കൂൾ പിള്ളേരുണ്ട് കേട്ടോ. അവർ നമ്മളെ കണ്ടപ്പോഴേക്കും മനസ്സിലായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കുറച്ച് പേരൊക്കെ. അപ്പോൾ ഞങ്ങളെ വിക്കി കപ്പിൾസ് അല്ലേ, ട്വിൻ സ്റ്റാർസ് അല്ലേ എന്നൊക്കെ കുറേ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അഞ്ചു ആദ്യം അങ്ങോട്ട് പോയിട്ട് അവരെല്ലായിടത്തും വിശേഷം ചോദിച്ചു കേട്ടോ. ഇവർ കോഴിക്കോട് ഏതൊരു സ്കൂളിൽ നിന്നായിരുന്നു, പേര് മറന്നുപോയി. പിള്ളേരതേ താഴ്ത്തിറക്കി ഷൂസൊക്കെ ഇടിച്ചു കൊടുത്തു. നമ്മൾ മാറാനുള്ള ഡ്രസ്സും സംഭവങ്ങളൊക്കെ എല്ലാം സെറ്റപ്പാണ്. തിരിച്ചു പോകുമ്പോഴാനുള്ള ഡ്രസ്സും സംഭവങ്ങളൊക്കെ സെറ്റപ്പാണ്. ഇവർ 2-3 ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലു ഇങ്ങോട്ടാ, ഉള്ളിലുണ്ട് വെള്ളം, ഇഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടാ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാ ആ പിള്ളേർ നമ്മുടെ അടുത്ത് സംസാരിച്ചപ്പോൾ നമ്മുടെ ഓരോ വീഡിയോസിൻ്റെ കാര്യം ചോദിക്കുന്നത്. അന്ന് വീഡിയോയിൽ ഇതിട്ടില്ലേ, ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ പേര് പറയൂ ചേച്ചി, പിൻ ചെയ്യുന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം ചെയ്യാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ സ്കൂളിലത്തെ എല്ലാവർക്കും അറിയാം, ടീച്ചേഴ്സിന് നമ്മൾക്കറിയാം. ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾ ഉള്ളിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വലിയ മീനുകളൊക്കെ കണ്ടു. ഡ്രസ്സൊക്കെ മാറുന്നേക്കാൾ മുന്നായിട്ട് ഇതേപോലെ കുറച്ച് ഫോട്ടോസും ഈ ഡ്രസ്സിൽ തന്നെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഡ്രസ്സ് മാറിയിട്ട് വേണം ഇവിടുത്തെ റൈഡ്സിലും സംഭവങ്ങളിലും കയറാനായിട്ട്. ഇവിടെ ഒരു ബനിയൻ മെറ്റീരിയൽ ഡ്രസ്സ് ഇടണം, അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി സേഫ് അതല്ല. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടിട്ടുണ്ടായിരുന്നു, ജിമ്മിൽ മുമ്പ് ഇടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. കോഴിക്കോടാ, കൊടുങ്ങല്ലൂര്. നമ്മൾ കൊടുങ്ങൂർക്കാരല്ലേ. ഇവിടെ എല്ലാവരും താങ്ക് യു സോ മച്ച്. ജെൻസിനും മെൻസിനും അപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ ഉള്ളത് കേട്ടോ.
അവിടെ പോയിട്ട് ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് വന്നു. ഇനിയിപ്പോൾ നിഖിൽ ചേട്ടനും നിതീഷ് ചേട്ടനും ചിക്കും കയറിയിട്ടുണ്ട്. ഞാൻ അല്ലൂനും മൈനൂനും കാശിനും ഈ സെയിം ഡ്രസ്സ് തന്നെയാണ് വെള്ളത്തിലായാലും ഇറക്കാൻ പോകുന്നത്. കാരണം അതേ പാത്രമുള്ള ഡ്രസ്സാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇടിച്ചുകൊണ്ട് വന്നത്. പിന്നെ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വീണ്ടും മാറണ്ടേ, ഇനി വാശി പിടിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫുൾ സെറ്റാണ്. ആദ്യം എന്തിൽ കയറണം, എങ്ങനെ കയറണം എന്നൊക്കെ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് ആ ചേച്ചി പറഞ്ഞു തരും, ഇവിടേക്ക് പൊക്കോളൂ, അവിടേക്ക് പൊക്കോളൂ, ഇത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് പൊക്കോളൂ. അതെന്തായാലും ഒരു കണക്കിന് നല്ലൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക, ഏറ്റവും ലാസ്റ്റ് ഈ വെള്ളത്തിലിറങ്ങുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതാണല്ലോ അതിൻ്റെ ഒരു മൂഡ്. ആഫ്റ്റർനൂൺ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റേ വേവൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റ് പോയത് 3D കാണാനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ പോയ പിള്ളേരുടെ വിഷ്വൽ നമ്മൾക്ക് വേറെ സ്ക്രീനിൽ കാണാം. നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ തന്നെ കാണാം. അപ്പോൾ അവർ കുറച്ച് പിള്ളേരൊക്കെ ഇറങ്ങി പേടിച്ചിട്ടൊക്കെ കുറേ ഇങ്ങനെ നല്ല അപ്പം ഞാൻ കുറച്ച് ടെൻഷനിലാണ് പോയത്. എനിക്ക് പൊതുവേ എനിക്കറിയില്ല കേട്ടോ, ഞാനൊരു പേടിത്തൊണ്ടിയാണ് എന്ത് കാര്യത്തിലും. മീൻസ് ഇങ്ങനത്തെ ഉള്ള ഹൈറ്റ്, വെള്ളം, അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അപ്പോൾ ഇതെനിക്ക് അത്ര പേടിയില്ലേ, ഞാൻ പേടിക്കില്ല. അപ്പോൾ നമ്മളെ അടുത്ത് സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പേര് ഞാൻ മറന്നു പോട്ടെ. നമ്മുടെ കൂടെ ഇരുന്നപ്പോൾ ചേച്ചി ഞാൻ വീഡിയോസിൽ വരുമോ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു. വീഡിയോ ഇടുമ്പോൾ എന്തായാലും വന്ന് നോക്കിക്കോളൂട്ടാ, കണ്ടോളൂട്ടാ ഞാൻ പറഞ്ഞുട്ടാ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ആ 3Dയിൽ കയറിയുള്ളൂ. ചേട്ടന്മാരൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് അവരെ കളിപ്പിച്ചു. അലൂനെ എന്നെ കളിപ്പിച്ചു. കാരണം അവരെ അതിനുള്ളിൽ കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു ഓരോന്നും. ആദ്യം ഇവർക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ കയറ്റിയിട്ട് ഇവരെ സമാധാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയൊരു റൈഡ് ഉണ്ടായിരുന്നു, ചുമ്മാ ഇങ്ങനെ റൗണ്ട് അടിക്കുന്ന റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് ഇത് വന്നിരിക്കുകയാണ്. പക്ഷേ ഈ റൈഡുള്ള സ്ഥലത്താണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവർ സമ്മതിക്കണ്ടേ, കണ്ടപ്പോൾ തന്നെ ഇവർക്ക് ഇതിൽ കയറണം കണ്ടപ്പോൾ ഞങ്ങൾ കയറണമെന്ന് ചോദിച്ചു. പക്ഷെ ഒറ്റയ്ക്ക് ഇവരെ എത്തിയിട്ട് റൗണ്ട് അടിപ്പിക്കാനൊരു ധൈര്യമില്ല. അപ്പം ഞങ്ങളെല്ലാവരും കയറി. കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് രസം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതൊരു 1.5 മുതലാണ് ഇതിൻ്റെ വീഡിയോസ് ഇതേ വരാൻ പോകണുള്ളൂ. ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണെന്ന് തോന്നും. ചിക്കു എനിക്ക് വിറ്റ് എൻ്റെ ഒക്കെ ഞാൻ തോന്നുന്നു ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ വൈറലാവും. എൻ്റെ അതിലൊക്കെ ഷോർട്സ് ചെരിപ്പൂരിട് ചെരിപ്പൂരിട് ചെരിപ്പൂരിടാ 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 ചെരിപ്പൂരിട് ചെയ്തു. പേടിച്ച് ഇതൊക്കെ എണീക്കടാ. ഇതിൽ റോക്കായത് അഞ്ചുമാണ്. കാരണം മഞ്ജു ജിമ്മിലൊക്കെ പോയിട്ട് ആ സാധനത്തിലൊക്കെ കയറുന്നതുകൊണ്ട് തന്നെ അവൾക്കത് ഭയങ്കര സിമ്പിളായിരുന്നു. എനിക്കാണെങ്കിൽ ഇതിൽ കയറിയത് തന്നെ ഞാൻ എന്തോ ഒരു ഇതിലാണ് ഞാൻ കയറിയത്. എനിക്ക് 2 അടി വെച്ചപ്പോഴേക്ക് എനിക്ക് തളറങ്ങാൻ വീടും ഒന്നും പറയാനില്ല. ആദൂൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. ആദൂൻ്റെ ക്ലിപ്പ് എൻ്റെ ഇന്ന് മിസ്സായിപ്പോയി. അതും കൂടി ആടെയാണെങ്കിൽ സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഈ ഒരു റൈഡിൽ കയറി ഇത് നൈസായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് സ്പീഡ് കുറച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. ഉണ്ണികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രസമായിരുന്നു. പിന്നെ കുറേ അപ്പുറത്തൊക്കെ കണ്ടില്ലേ, കുറേ റൈഡ്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഇവിടുത്തെ ബിരിയാണി ഉച്ചയായപ്പോഴേക്കും ഇവിടുത്തെ ബിരിയാണിയിൽ ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, ബിരിയാണിയുടെ ആണോ ബീഫിൻ്റെ ആണോ ചിക്കൻ്റെ ആണോ അങ്ങനെ മണം ഇങ്ങനെ പാക്ക് ഫുള്ള് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്നിരുന്നു കേട്ടോ.
അങ്ങനെ ബിരിയാണി എത്തി ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലാണ് കഴിക്കുന്നത്. നല്ല ബിരിയാണി ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, ആവറേജ് ഒന്നും പറയാനില്ല, നല്ലൊരു ബിരിയാണി ആയിരുന്നു, നല്ല ചിക്കൻ പീസൊക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോരുത്തരായിട്ട് വീണ്ടും കയറാൻ തുടങ്ങി. ഇത് നമ്മുടെ ഹൊറർ വേൾഡ് ആയിരുന്നു, ഹൊറർ പാർക്കായിരുന്നു. പിന്നെ ജംഗിൾ പാർക്കൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ കയറി. അവിടെയൊക്കെ നൈസാണ് കേട്ടോ, അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്കൊക്കെ കാണാനായിട്ട്. അങ്ങനെ 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 ഇതിൻ്റെ അവസാനം എത്തിയപ്പോഴാണ് നമ്മുടെ സ്നോ പാർക്ക് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഗോവയിൽ പോയപ്പോൾ കയറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും നിൽക്കാൻ പറ്റിയിരുന്നില്ല. അവിടെ നമുക്ക് കൈമലും ഗ്ലൗസ് ഉണ്ട്, കാലുമലും ഉണ്ട് ഷൂസ്, പിന്നെ ഒരു ജാക്കറ്റ് ഉണ്ട്, തലയിൽ തൊപ്പിയുണ്ട്. അതൊക്കെ ഇട്ടിട്ടൊക്കെ, കാരണം ഒരു പൊട്ടിക്കും നമുക്ക് അതൊക്കെ ഇട്ടിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ ഗോവയിൽ പോയപ്പോൾ. അപ്പോൾ ഇവിടെ ചെന്നപ്പോഴാണെങ്കിൽ നമുക്ക് ഷൂസ് ഉണ്ട്, ഷൂസ് എന്തായാലും വേറെയാണ്, കുഞ്ഞു പിള്ളേരായാലും വേറെയാണ്. പിന്നെ അധികം പറ്റുന്നില്ലെങ്കിൽ തിരിച്ച് നമുക്ക് ഇറങ്ങാം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് അഞ്ചുണ്ടായിരുന്നില്ല, അഞ്ചും ചേട്ടനും പുറത്ത് നിൽക്കുകയാണ്. കാരണം പാറുക്കുട്ടനും നമ്മുടെ കാശിക്കുട്ടനും വന്നില്ല ഈ ഹൊറർ വേൾഡിക്കൊക്കെ കയറാൻ പേടിയായിട്ട്. അപ്പോൾ അവരവിടെ നിന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ അടിച്ച് പൊളിക്കുകയാണ്, അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോഴേക്കും എല്ലാവരും ഓടിയൊക്കെ വന്നു കേട്ടോ. പിന്നെ ഉണ്ണികളൊക്കെ എടുത്തു. പിന്നെ നല്ല തണവുണ്ടായിരുന്നു, അടിപൊളി സെറ്റപ്പ് തന്നെയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാടുള്ള ഷൂസ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവരെ കാല് തണുത്തപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ സൂപ്പറായിരുന്നു. പിന്നെ ഇത് കണ്ടിട്ട് നമ്മൾ നേരെ പോയത് വാട്ടർ ലേക്കാണ്, വെള്ളത്തേക്കാട്ടോ ഗൈസ്. ആദ്യം എന്നെ ഇവർ ഒരുപാട് വിളിച്ചു, വാക്കീത്തു. ഇത് രണ്ടുപേരും ഇന്ന് പോണ റൈഡാണ്. പക്ഷേ എനിക്ക് പേടിയാണ് ഗൈസ്, എനിക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് കയറി അങ്ങനെ ഒന്നും ചെയ്യാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് അതിൻ്റെ ഒരു നേക്കൊന്നും അറിയില്ല. ഞാൻ ചിലപ്പോൾ 10 വീഴും. പക്ഷെ ഇവർക്കാണെങ്കിൽ ഇവർ ഭയങ്കര വലിയ പുള്ളികൾ, അവർക്ക് ഇതൊക്കെ ധൈര്യമുണ്ട്, സൂപ്പറാണ്, അതൊക്കെയാണ്. ആദ്യം ചിക്കും നീൽചാട്ടനും പോയി. അത് കഴിഞ്ഞ ശേഷം അതും അഞ്ചിനൊന്നും ഒരു പേടിയില്ല കേട്ടോ. അവർ സൂപ്പറായിട്ട് എല്ലാത്തിലും കയറി അടിപൊളിയായിട്ട് ഇതായി. ഇവരൊച്ച പക്ഷെ നമുക്ക് എന്താ പറയുക, അവിടെ ഫുള്ള് കേൾക്കുമെങ്കിലും ഇവരെല്ലാതും പോയി ട്രൈ ഒക്കെ ചെയ്യും, രസമാണ് കേട്ടോ. ഞാൻ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ കുറേ വെള്ളത്തിൽ പൊങ്ങിക്കിടുന്നു. പിന്നെ ഇതിലൊക്കെ കയറി അങ്ങനെ കുറേ കുഞ്ഞു റൈഡിലൊക്കെ ഞങ്ങളും കയറി. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വന്നു. ഇവർ ഭയങ്കര എൻജോയ് ചെയ്ത്. നമ്മുടെ പിള്ളേർ കുഞ്ഞു പൂളുണ്ടായിരുന്നു കിഡ്സിന് പറ്റിയത്, അവിടെ മുട്ട് വരണ്ടായിരുന്നുള്ളൂ വെള്ളം. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചോട്ടെ ഇവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ ഫോൺ എടുത്തു വെച്ചു, കാരണം വെള്ളം കയറണ്ടല്ലോ എന്ന് ചോദിച്ചു. പിന്നെ അവിടേക്ക് പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകണ്ടേ. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങളിത് പോവാൻ നിൽക്കായിരുന്നു. അടിപൊളിയായിരുന്നു, നൈസ് ഡേ ആയിരുന്നു. കാരണം നമ്മൾ നന്നായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. വേറെ ഉള്ളിടത്ത് പോണേക്കാൾ ഉപരി നമ്മൾ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ പോവുക, ഇടയ്ക്കിടയ്ക്ക് പോവുക, ഡ്രീം വേൾഡിക്കൊക്കെ ആയാലും വാട്ടർ തീം പാർക്കൊക്കെ പോവുക, രസം തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് അവിടെ ഒരു സ്പോട്ടുണ്ട്. സ്പോട്ടിൻ്റെ പേര് എന്താ, തടയണേ എന്നൊരു സ്പോട്ടുണ്ട്. അവിടെയും അടിപൊളിയായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു കാണാനായിട്ട്. അമ്പലമൊക്കെ ആയിട്ട്, ശിവൻ്റെ അമ്പലമൊക്കെ ആയിട്ട് നൈസായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, ഞാൻ മറന്നുപോയി പ്ലേസിൻ്റെ. പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇവിടുത്തെ പ്ലേസ് വരുന്നത്. ഇങ്ങനെ അണക്കെട്ട് പോലൊക്കെ കെട്ടിയിട്ടൊക്കെ രസമായിരുന്നു. ഇവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളും ഇതേപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ ഒരു ദിവസം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നൈസ് വൈബായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണല്ലോ, ഒരു സുഖമാണല്ലോ ഗൈസ്.